ഹബീബീസ് വെൽക്കം ബാക്ക്. 60,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴത്തെ ടൈമിലൊക്കെ ബിൽഡ് ചെയ്തെടുത്ത് പൊളിക്കാൻ പറ്റിയ ഒരു പി സി ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പി സിക്കകത്ത് മോണിറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും പി സി മാത്രമാണ് 60,000 രൂപയ്ക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു പി സിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. അതായത് നമുക്ക് മാരകമായ രീതിയിൽ ഈ സാധനത്തിന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു കിണ്ണ സാധനമാണ്, ഒരു കിണ്ണമായിട്ടാണ് ഈ ഒരു പി സി ബിൽഡ്. സോ ആദ്യം തന്നെ ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. നമ്മളുടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസർ എന്ന് പറയുന്നത് ഇന്റലിന്റെ i5 1200F പ്രൊസസറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസറാണ്. 12th ജനറേഷൻ എടുക്കുന്നത് നല്ലത് തന്നെയാണ്, ഫ്യൂച്ചർ പ്രൂഫ് ആണ്. റൈസർ എടുക്കുന്നേക്കാളും കുറച്ചുകൂടെ ഭേദം 12th ജനറോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഈ ഒരു പ്രൊസസർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മൾട്ടി ടാസ്കിങ് എല്ലാം നല്ല രീതിക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസസറാണ്. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന പോലെ തന്നെ i5 മതിയോ ഭാവി ഗെയിമിങ്ങും കാര്യങ്ങളും. ഈ i5 വളരെയധികം പവർഫുൾ ആയിട്ടുള്ള i5 തന്നെയാണ്. അതായത് 11th ജനറേഷനും അതുപോലെ തന്നെ റൈസൻ 5000 സീരീസിനേക്കാളും ഒരുപാടേറെ ഭേദമായ ഒരു പ്രൊസസർ തന്നെയാണ് i5 12th ജനറേഷനും 13th ജനറേഷനും. അപ്പോൾ അടുത്ത മദർ ബോർഡിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് B760 മദർ ബോർഡാണ്, ഗിഗാബൈറ്റിന്റെ. അപ്പോൾ B760 മദർ ബോർഡ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഭേദമാണ് B660നേക്കാളും. കാര്യം ഇത് 13th ജനറേഷൻ സപ്പോർട്ട് ചെയ്യും, അതുപോലെ 12th ജനറേഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ രണ്ട് ജനറേഷനും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ 13th ജനറേഷനിലോട്ട് പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ മദർ ബോർഡ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഈ മദർ ബോർഡിനകത്ത് ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള മദർ ബോർഡാണ്. കാരണം ഇതിനകത്ത് 2 RAM സ്ലോട്ടേ ഉള്ളൂ. പിന്നെ M.NVMe ഒക്കെ വരുന്നുണ്ട്, Gen 4 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല RGB എഫക്ട്സും കാര്യങ്ങളൊക്കെ കൺട്രോളബിൾ ആണ്. അടുത്ത സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർഫുള്ളിന്റെ ഒരു M.NVMe ആണ്. ഇതിന്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് 3200 അതുപോലെ 2600 ആ റേഞ്ചിലൊക്കെയാണ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു M.NVMe കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പട എന്നൊക്കെ പറഞ്ഞ് ഗെയിമൊക്കെ ലോഡാവും. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിംഗിലാണെങ്കിൽ പോലും കുറച്ചുകൂടെ ഫാസ്റ്റ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്ത റാം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ 3200 മെഗാഹെർട്സിന്റെ റാം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 3200 അല്ലെങ്കിൽ 3600 മെഗാഹെർട്സിന്റെ റാം വേണമെങ്കിലും ചൂസ് ചെയ്യാം. കാര്യം അത്യാവശ്യം നല്ല സ്പീഡ് സപ്പോർട്ട് ചെയ്യും. 13th ജനറേഷനിൽ എന്തായാലും 3200 ലോക്കായിരിക്കുന്ന ഒരു ഐറ്റം അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 4000 5000 വരെയൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് 12th ജനറേഷനും സപ്പോർട്ടഡ് ആണ് ഈ ഒരു സ്പീഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8GB 3600 മെഗാഹെർട്സിന്റെ റാം കൂടെ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാന്നേ ഉള്ളൂ. അടുത്ത ഗ്രാഫിക്സ് കാർഡാണ് ഇതിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, NVIDIA RTX 3050 ഗ്രാഫിക്സ് കാർഡാണ്. 8GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ RTX 3050 എടുക്കാതെ നല്ലതാണ്. 1660 സൂപ്പർ എടുക്കുന്നേക്കാളും 3050 എടുക്കുന്നത് നല്ലത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ RX 6600X കിട്ടുന്നെങ്കിലും ചൂസ് ചെയ്യാം. അടുത്ത പവർ സപ്ലൈ എന്ന് പറയുന്നത് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. 80+ ബ്രോൺസ് പവർ സപ്ലൈ തന്നെയാണ്. പിന്നെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡക്കിൻ്റെ ഈ ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ വേറെ ക്യാബിനറ്റ് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്യാബിനറ്റ് തന്നെയാണ്. ഈ ഒരു പി സിയുടെ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i5 13th ജനറേഷനിലോട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു 60Kയിൽ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പി സി. ഞാനൊക്കെ 60Kയിലൊക്കെ ബിൽഡ് ചെയ്ത സമയത്ത്, അതായത് നമുക്ക് ഈ പ്രൈസ് ഹൈക്കിന് മുന്നേറത്തെ പ്രൈസിൽ ബിൽഡ് ചെയ്തപ്പോൾ തന്നെ 1650 വെറും 1650 ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ടൈമിൽ RTX 3050 കിട്ടുന്നത് ഞാൻ മാരകമായ ഒരു കാര്യമാണ്, മാരകമായ പെർഫോമൻസ് ആണ്. പിന്നെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ 90Kയുടെ PC ബിൽഡ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും, ആരും വിഷമിക്കേണ്ട. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതൊരിക്കും.